ഗൈസ് ഒരു ഷാറിലല്ല നീനു. ഇന്ന് ഞങ്ങളൊരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡാണ്. അപ്പൊ ഞങ്ങള് നാളെ ഒരു കൊറേ പേര് റീൽസ് കാണാറുണ്ട് അങ്ങനൊക്കെ പറഞ്ഞു. എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. കുറച്ചുപേര് വെച്ചാൽ കുറച്ചധികം പേര് തന്നെ വന്നിട്ട് കുറെ കോംപ്ലിമെന്റ്സ് തന്നില്ല നീനോ. അപ്പം ഞങ്ങൾ നാളെ ഒരു ചെറിയൊരു ട്രിപ്പ് ഹലമോള് ആയ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്യും. പക്ഷെ സിറ്റുവേഷൻസ് പിന്നെ തല നോക്കാണോ? ഓക്കെ, അപ്പൊ നാളെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു നൈറ്റ് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരും. നമുക്കറിയില്ല ആലമ്പുഴ കൊണ്ടിട്ട് എങ്ങനെയാണ് ലോങ് പോകുമ്പോന്നൊക്കെ. ലോങ് ഒന്നല്ല, അതിരപ്പള്ളിയിലൊരു റിസോർട്ടിൽ പോവാന്ന് വിചാരിക്കുന്നത്. പോയിട്ടില്ല. അപ്പൊ നമ്മ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാല്ലേ. വ്ളോഗിങ് കംപ്ലീറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല കേട്ടാ. ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പോണതാണല്ലോ. അപ്പൊ എത്രത്തോളം നമ്മ വ്ളോഗൊക്കെ ഇങ്ങനെ ഇതാക്കുന്ന അറിയില്ല. അപ്പൊ ഓക്കെ, ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങി നാളെ വരാം ഗൈസ്. അപ്പൊ ഞങ്ങളത് റെഡി ആയി കഴിഞ്ഞു. ഞങ്ങളത് പാക്കിങ് കഴിഞ്ഞു. വണ്ടിയിൽ ഫുള്ള് സാധനങ്ങൾ വെച്ചു. ഉഷാറില്ല, ക്ഷീണം. അപ്പൊ ഞങ്ങള് പരിപാടി കഴിഞ്ഞ് ഉണ്ണീനെ ഉറക്കി എടുത്തേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞങ്ങളത് ഇറങ്ങി. ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് അലമോൾ ഉറങ്ങ. ഭയങ്കര വെയില്, നല്ല വെയിലുണ്ട്. അപ്പൊ എന്തായിരുന്നു പറയാൻ വന്ന, നമ്മ ഇങ്ങനെ ലവ് സ്റ്റോറി ഒക്കെ പറയാന്ന് പറഞ്ഞിരുന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നു 50K ഒക്കെ ആവുമ്പോ. പക്ഷെ പറഞ്ഞമാതിരി 50K ആയപ്പോ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചു. പക്ഷെ 50K ആയി കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി തിക്കും അങ്ങനെയൊക്കെ. അപ്പൊ ആ തിക്കും അങ്ങനെ പറയാനൊരു ഇതുണ്ടാവില്ലല്ലോ, ഒരു ഫീല് കിട്ടില്ല. അപ്പൊ ഞങ്ങൾ നല്ല ഫ്രീ ആവുമ്പോ അങ്ങനെ പറയാന്ന് വിചാരിച്ചേക്ക. അന്നല്ലേ നിങ്ങൾക്ക് നല്ല രീതിക്ക് നല്ല ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ട്. അതാണ് ഡിലേ ആവണം. പിന്നെ നമ്മൊന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞാലല്ലേ അത് നിങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്രിപ്പ് പോകണമെന്ന്. അപ്പൊ ഇപ്പോഴാണ് അതൊക്കെ ടൈമൊക്കെ സെറ്റ് ആയത്. അതെ, അല്ല അൽബോ. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ വെറുതെ കണക്ട് ആയിട്ട് കാര്യമില്ലല്ലോ, അത് നിങ്ങൾക്കും കൂടി മനസ്സിലാവണം. അലമ്പ് നോക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ എന്തായാലും പറയും. പഠിത്തന്നെ അല്ലേ. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ അലമോളെ ജസ്റ്റ് നിർത്തിയതാ. അപ്പൊ ഓക്കെ, എവിടേക്ക് നോക്ക്. ഹലബെല്ലുവിന്റെ ഫ്രണ്ടിൽ നിന്ന് ബോറടിച്ചപ്പോ നീനും ഹലബെല്ലും ബാക്കിലേക്ക് പോയി. അൽബോ, അൽബുനെ കാണിക്കേ. അൽബുനെ കാണിച്ചടി നീനോ. അൽബുനെ കാണുന്നില്ല. അൽബുലു ഗൈസ്. അപ്പൊ ഇന്ന് ഒരു സംഭവം ഉണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സർപ്രൈസ് ആയി. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാല് അവര് ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അത് ഇന്ന് ഈവനിങ് ആണ് വരുള്ളൂ. പക്ഷെ അതിനു മുന്നേ ഞാൻ കേറി കണ്ടു, വീടൊക്കെ കണ്ടു. നീനുവിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് കല്യാണം. അപ്പൊ ഫോട്ടോ കണ്ടിട്ട് നീനു പോണ വഴിക്ക് ആളെ തിരിച്ചറിഞ്ഞു. ഒരു കടയുടെ ഫ്രണ്ടില് നല്ല കണ്ടുപരിചയം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇത് അവളെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എന്റെ ഒരു ഇത് അങ്ങനെ. അപ്പൊ എന്താ പറയാ, കടയുടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായി. ഞങ്ങൾക്ക് 6 വർഷം അങ്ങോട്ട് എടുത്തു. അല്ല നീനു ഉറപ്പാ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഓക്കെ പോയി പരിചയപ്പെടാൻ പറഞ്ഞിട്ട് പോയി. അപ്പൊ കടയുടെ ഫ്രണ്ടിൽ പോയപ്പോ ആളവിടെ ഇല്ല. അപ്പൊ ആ ടേണിങ്ങിന്റെ അവിടെ ഞങ്ങൾ തിരിക്കുന്ന ടൈമിൽ ഒരു വീട്ടിലേക്ക് നോക്കിയപ്പോ ആ ചെക്കൻ അങ്ങോട്ട് നടന്നു പോകണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു വീട്ടിൽ കയറി. അവര് ഭയങ്കര സൽക്കാരം. അവിടെ കയറി ജ്യൂസ് പരിചയപ്പെട്ടു. നല്ല ചെക്കൻ. എന്നിട്ട് അവൾക്ക് അയച്ചു കൊടുത്താ? ഇല്ല, ഞങ്ങൾ സ്റ്റോറി ഇട്ട് സർപ്രൈസ് ചെയ്യിക്കാന്ന് വെച്ചു. അങ്ങനെ
അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ അപ്പൊ ഞങ്ങള് ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതിന്റെ ഇടയിലൊരു സംഭവം ഉണ്ടായത് ഗൈസ്. അപ്പൊ ഞങ്ങളിത് എത്താനായി. എവിടെ എത്തിനോ? നമ്മളെ റിസോർട്ടേക്കുള്ള വഴി എത്തിണ്ട്. അത് മിഞ്ഞാന്ന് വീണ് കസാരമ്മ തട്ടി. ഇവിടെ മഴ എങ്ങനെയുണ്ട്? മഴ ഇപ്പൊ ഉണ്ടോ? രാത്രി മാത്രം ഇല്ല അല്ലേ? ആ ഓക്കെ. രണ്ടും എടുത്തില്ലേ? ആ ഓക്കെ ഓക്കെ. പോണ്ടാ പോണാ? ഞങ്ങൾ എത്താനായിട്ടാ. വെറും 5 മിനിറ്റ് മാത്രം. ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. കാർ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. വെള്ളം ഇത് മറ്റേ അതിരപ്പള്ളിന്ന് ഒഴുക്കി വരുന്ന വെള്ളം അല്ലേ? രണ്ടോട്ട് പോയണോ? അല്ല പിന്നെ അതെ മനസ്സിലായിട്ടാ. ഗൈസ് റൂം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റൂം റെഡി ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. ഹലോളെ ചുണ്ടിടിയേ പാപ്പോ ഒക്കെ അവിടെ ഇത് എവിടെയാ? കുട്ടി എവിടെയാ? എവിടെയാ? ഇത് ഫുഡ് കഴിക്കണ ഏരിയ അല്ലേ? കുഞ്ഞു കുഞ്ഞു ബെഡ്. ഗൈസ് അപ്പൊ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. അപ്പൊ റൂമിലേക്ക് കയറാൻ പോവാണ്. C3 ഇതാണ് ഇവിടെ ലിവിംഗ് റൂം വരുന്നത്. ഇവിടെ TV കാര്യങ്ങൾ AC, ഇവിടെ ഒക്കെ AC ഉണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് എന്താ പറയാ ഫുഡൊക്കെ കഴിച്ച് വാഷ് ബേസും കാര്യങ്ങൾ. അപ്പൊ ബെഡ്റൂമിലേക്ക് പോവാണ്. നീനു കമോൺ. നോക്കി അൽബു അൽബു. ഓ നൈസ് ആണല്ലോ. ബെഡ്റൂം ഒക്കെ അടിപൊളിയുണ്ട്. ഞങ്ങള് ഫോട്ടോയില് കണ്ടതിനേക്കാളും ഉഷാറാണ്. ഞാൻ അവിടെ കിടന്നു. ഗൈസ് ബെഡ്റൂം ഒക്കെ ഇഷ്ടായി. അടിപൊളിയുണ്ട്. ഇനി ഇവിടുത്തെ മെയിൻ ഫോക്കസ് നമ്മളെ ബാൽക്കണിയാണ്. അതിന്റെ വീഡിയോസ് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് റെഡി 1 2 3 അല്ല വെല്ലുണ്ടാ പപ്പന്റെ മോലുണ്ടാ. ഇവിടെ അടിപൊളി വ്യൂ ഉണ്ടാ. ഇതൊക്കെ അതിരപ്പള്ളിയുടെ ഭാഗം തന്നെയാണ് മൊത്തം. നല്ല കാറ്റുണ്ട്. ഇവിടെ താഴെ ആൾക്കാര് കുളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ അത് കളിച്ചോട്ടാ. ഇപ്പൊ ഗൈസ് വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വന്നതാണ്. കുട്ടി എന്താ പറയുന്നേ? കുറച്ച് റെസ്റ്റ് എടുത്താലേ നീ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ ഒരു കുളിസി നടക്കുന്നുണ്ട്. കാണണമെന്ന് അറിയില്ല. നീനോ വയ്യണ്ടയാ? അയ്യോ അൽബോ ലൈറ്റൊക്കെ നോക്ക. നമ്മ ഒരു കാര്യം മിസ്സായി പോയി നേരത്തെ. വാഷ്റൂം. ഹായ്
ഉണ്ട്, പിന്നെ ബീബി ഉണ്ട്, അലപ്പുണ്ട്. ഫുഡ് അടി തുടങ്ങാൻ പോവാണ് ഗൈസ്. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തേ. ഫ്രൈഡ് റൈസ്, പിന്നെ ഹോട്ടല് റൂം അടിപൊളി. വിശക്കണ്. അതെ, അപ്പൊ ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ. റെഡി ആയില്ല, ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഫുഡാ. നല്ല ഫുഡാ. ഇവിടെ ഗസ്റ്റുകൾ അറബ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരിയാ, മുസ്ലിം പർദ്ദൊക്കെ ഇട്ടിട്ടാ രണ്ട്. അല്ല, അത് ഒമാനികളാവുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഭാഷ അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇവരെന്തോ വേറെ എന്തൊക്കെയാ പറയണ. അപ്പൊ ഞാൻ അപ്പോഴും ചിന്തിക്കണില്ല വേറെ ഭാഷ ഇത് ആൾക്കാരാന്ന്. അപ്പോഴും ഞാൻ ബോധം കുറവാ. അങ്ങനെ നിങ്ങൾ എന്താ ഇവിടെ നൈസാണ് അങ്ങനെ ഇരിക്കാന്, അടിപൊളിയാണ്, നല്ല പീസ്ഫുള്ളാണ്. ഫുൾ ടൈം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, ആ സൗണ്ട് എപ്പോഴും ഉണ്ട് ഫുൾ ടൈം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. റെക്കോർഡ് മൈക്കോണല്ല. അടിപൊളിയാണ്. അവർ റൂമിൽ പോയേക്കാം, റെസ്റ്റ് ചെയ്യാൻ പോയേക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തിരിക്കാന്ന് വെച്ചു. ഇവിടെ അധികം എന്താ പറയുക ക്രൗഡൊന്നുമില്ല. ക്രൗഡ് ഉണ്ട്, പക്ഷെ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ഇവിടെ കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ട് വെള്ളത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ വേറൊരു സ്പോട്ട് കണ്ട, അവിടെ കുറേ ആൾക്കാർ കണ്ട. ഇവിടെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടത്തെ പ്രോ പ്ലെയർ ആയിരുന്നു കേട്ടോ. അവരുടെ പണ്ടത്തെ ഇതിന്റെ പേരെന്താന്നറിയോ? എനിക്ക് ചെസ് ബോർഡ് എന്ന് പറഞ്ഞാ വന്നപ്പോ എന്ത് വീണ് വീണാ? കളിക്കി കളിക്കി. വീണു. എന്ത് ഇത് നേരത്തെ ഉണ്ടായിരുന്നതാ? അല്ലല്ലേ, ഇത് അപ്പ് നോക്ക്. താ സ്ട്രൈക്കർ താ. ഇവിടെ ക്യാരംസ്, ചെസ് ബോർഡ് ഉണ്ട്, ഷട്ടിൽ ബാറ്റ് ഉണ്ട്. ഷട്ടിൽ അവിടെ പോയി കളിച്ചാലാ? അപ്പൊ ഇത് ഞങ്ങൾ നിർത്തി, നമുക്ക് ഷട്ടിൽ കളിക്കാൻ. അപ്പൊ ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ച് ക്ഷീണിച്ചു. പിന്നെ അവിടെ ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. ചെസ് ബോർഡിന് ഒരാൾക്ക് പോരാ ബുദ്ധി, രണ്ടാൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നീനും അതിൽ കുറച്ച് പ്രശ്നമായതുകൊണ്ട് ഞങ്ങള് ചെസ് കളിച്ചില്ല. പിന്നെ ഞങ്ങള് കോഫിയും, പിന്നെ എനിക്ക് ചായയും, അലമോൾക്ക് ഫ്രഞ്ച് ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിടും. അൽബോ അൽബോ ഇവിടെ കളിന്. അൽബോ ലൈറ്റ് ചെയ്ത് നോക്കിയിരിക്കുക. അൽബോ 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 ആ ചായ എത്തി. നീനു കോഫി. ആ ചൂട് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. അൽബ്ലൂ ഫ്രഞ്ച് ഫ്രൈസ് കാപ്പിയിൽ മുക്കി കഴിക്കാൻ കഴിച്ചോ? നല്ല വൃത്തികെട്ട ടേസ്റ്റാ. വായത്തുള്ള ടേസ്റ്റും പോയ പോലെ. ടൈം എത്ര? 6 മണിയാ. ഒരു ലോകമില്ല സത്യം പറഞ്ഞാല്. സമയം നോക്കണമൊന്നുമില്ല. പക്ഷെ സമയം വേഗം നന്നായി പോകുന്നുണ്ട്. ഇപ്പൊ ഇരുട്ടായി തുടങ്ങി. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ പുറത്ത്. അങ്ങനെ എന്താ പറയാ, ബേബിക്ക് ഇഷ്ടമുള്ള ക്ലൈമറ്റ്. വെയിലും അല്ല മഴയല്ല. രണ്ടിന്റെയും നടുവിൽ. പിന്നെന്താ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? എന്താ പറയാ, അപ്പൊ ഞങ്ങള് ചായ കുടിക്കിട്ട് സമാധാനായിട്ട്. സത്യം പറഞ്ഞാലേ വ്ളോഗ് എടുക്കാൻ ഞങ്ങൾക്ക്
മടി, നല്ല മടിയുണ്ട്. മടിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോന്നുക എന്നാ ഇത് എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് തോന്നിയാലോ അയ്യോ എടുക്കായിരുന്നു. വല്ലപ്പോഴൊക്കെ ഞങ്ങള് വ്ളോഗ് എടുക്കണ തന്നെ. അതെ, നമ്മ ഇനിയും വേറെ എന്തെങ്കിലും ട്രിപ്പ് പോവല്ലേ, അപ്പൊ നമുക്ക് എടുക്കണ്ട. അങ്ങനെയല്ല, വ്ളോഗ് എടുക്കണത് ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷെ ഒരു രസമല്ലേ. ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് ഇങ്ങനെ തുടങ്ങിയോണ്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു മൂഡായി. അപ്പൊ പിന്നെ എന്താണ്, എല്ലാവരും ഇന്നലെ കല്യാണത്തിന് പോയപ്പോ യൂട്യൂബേഴ്സ് അല്ലേ, നെഹല മുഫീദ് അല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നു. നമ്മ പറഞ്ഞാലും ഭയങ്കരമായിട്ട് പറഞ്ഞില്ലല്ലോ. ഭയങ്കര എന്താ പറയാ, ഇവിടെ ഉമ്മാനോടായാലും യൂട്യൂബേഴ്സിന്റെ ഉമ്മയില് ഞങ്ങൾ തന്നെ വിചാരിച്ചില്ല ഇത്ര പേര് ഞങ്ങളെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ കുറെ പേര് ആ നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു ഹാപ്പിനെസ് അല്ലേ. അല്ലേട്ടുണ്ട്. അൽബോ അവിടെയൊക്കെ നോക്കിക്കാണ്. അൽബോ അൽബുവിന് മനസ്സിലായി പാട്ട് പാടാൻ. കുറുമ്പൊന്നും ഇല്ലാട്ടാ, ഇപ്പൊ നല്ല മോളായിട്ടുണ്ട്, പ്രശ്നമൊന്നും ഇല്ല കേട്ടാ, പ്രശ്നമൊന്നുമില്ല. എന്നാ സംസാരിക്കും. ഹലോ പറയ്. ഹലോ ഹലോ. അതെ, അൽബലു ഡീസന്റ് ആയിട്ടുണ്ട്, കുടുംബമൊന്നുമില്ല. ശരി ശരി ശരി. ഇവിടെ ഉമ്മ കൊടുക്കട്ടെ, ഞാൻ അൽബലുവിനൊരു ഉമ്മ. ഹലോ. കുടുംബമൊന്നുമില്ല. അൽബോ അൽബോ എന്താ സന്തോഷം. സുന്ദരിയെ ഇവിടെ എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ്, അല്ല റെസ്റ്റോറൻറ്റിലോ. എന്ത് ഹാപ്പി എന്തായാലും. പാട്ട് വരുന്നു, പക്ഷെ എന്താണോ ഞാൻ നല്ല പാട്ട് വരില്ലാത്തോണ്ട് ഞാൻ പാടുന്നില്ല. പാട്ട് വരുന്നു. ഗൈസ്, എന്നെ എൻകറേജ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ എത്താത്തത്. നിങ്ങൾക്കറിയോ എന്റെ മോളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് സൗണ്ടില്ല. നടന്നിട്ട് ടയേർഡായി ഞങ്ങളത് റൂമിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ഞങ്ങള് ഉണ്ണീനെ ഉറക്കാൻ വേണ്ടിട്ട് പുതിയൊരു ട്രിക്ക്, നീന് കണ്ടുപിടിച്ച ട്രിക്കാട്ടോ. തൊട്ടില്ല, ഹാങ് ചെയ്തിടാൻ പറ്റുന്ന തൊട്ടില്ല. ഉണ്ണീനെ ഉറക്കാൻ പോണ്ടാ. ബീബി കല്യാണം കഴിക്കാൻ പോയി. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി കൈ എഴുതാൻ പോയി. കല്യാണം മതി, അതല്ല ഞാൻ പറയാൻ. ബീബി കല്യാണം കഴിക്കാൻ പോയി. കൈ എഴുതലും കല്യാണം കഴിക്കലും ഒരേപോലെ തോന്നുന്നില്ലേ? നല്ല തണുക്കാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ പുതച്ചിട്ട് ഷാളിട്ടിട്ട്. എന്താ ഫുഡ്? ചപ്പാത്തി, പൊറോട്ട ഉണ്ട്, കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ട്, തണുക്കുണ്ട്. അപ്പൊ അങ്ങനെ ചപ്പാത്തി മതി. റിസോർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇങ്ങനെ ഇഷ്ടായി, അടിപൊളി. ക്ലൈമറ്റ് മഴയില്ല വെയിലും ഇല്ല, നൈസ് തണുപ്പുണ്ട്, പീസ്ഫുൾ ആണ്. അങ്ങനെ അതിരപ്പള്ളി റിവർ റൈൻ നമ്മ കൊടുക്കാട്ടോ.
റിവർ റൈൻ നല്ല റിസോർട്ടാണ്. എന്താ പറയാ വന്ന് ഉണ്ണീനൊക്കെ ആയിട്ട് വരാന് കുഴപ്പമില്ല. നല്ല ചില റിസോർട്ടിലൊക്കെ ഭയങ്കര എന്താ പറയാ ആളുണ്ട്, പക്ഷെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല. അതന്നെ മിക്കതും ഫാമിലി തന്നെയാണ് അല്ലേ കൂടുതലും വന്നിട്ടുള്ള. ഫാമിലി ഉണ്ട്, കപ്പിൾസ് ഉണ്ട്, അറബികളുണ്ട്. നമ്മാരാ ശരി, അറബികളുണ്ട് നേരത്തെ പറയാം. നമ്മാരാ നമ്മ ഫ്രണ്ട്സാണ്, ലവേഴ്സാണ്, ഫാമിലിയാണ്, തന്തയാണ്, തള്ളയാണ്. ശരിയല്ലേ? നമ്മ എത്ര ഇങ്ങനെ എന്തൊക്കെയാണ് മൈൽസ്റ്റോൺ അല്ലേ എത്ര ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, ഫ്രണ്ട്സ് അല്ല, ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ. മോള് കുട്ടി വൈബ്. പിന്നെ ലവേഴ്സായി, ഹസ്ബൻഡ് വൈഫായി, പേരൻസായി. ഇപ്പൊ നമ്മുടെ ഒരു പറയുകയാണെങ്കിൽ ഒരു ഡ്രീം ലൈഫല്ലേ നമ്മൾ ജീവിച്ചോണ്ടിരിക്കണേ. അതെ 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 അല്ലേ? ആടോ അതൊക്കെ നമുക്ക് ലവ് സ്റ്റോറിയില് പറയുന്നത്. എന്താണിത്? ഏതാണ്ട് അതില് കറി ഉണ്ട് കേട്ടോ. അതെന്താ? അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ടൊന്നുമില്ല, കഴിച്ചിട്ട് നാളെ കാണാപ്പോ ഞങ്ങള് കുറച്ച് എന്താ പറയാ ഞങ്ങളെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാ. ഇപ്പോഴായാലും കൊറേ ടൈമിൽ ഞങ്ങള് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ 6:30 ഞാൻ റെഡിയായി. നീനുതേ കുളിക്കണ, ഉണ്ണി ഉറങ്ങണ്. ഇവിടെ മോർണിംഗ് അടിപൊളിയാണ് കേട്ടോ. സൺറൈസ് ഒക്കെ കാണാം. സെറ്റാ. ഹായ് ഗൈസ്, ഞങ്ങള് വന്ന് ഞങ്ങള് രാവിലെ എണീറ്റ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. ഇപ്പത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു. അലവില് എനിക്ക് കുറച്ചേടായി. ആളൊരു മത്തിലാണ്, ഉറക്കമത്തിലാണ്. എന്താ പറയാ, പെട്ടെന്ന് കാലത്ത് എപ്പോഴും എനിക്ക് കാണാത്ത സ്ഥലം. അയ്യോ ആ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെടാ. അപ്പൊ ഫുഡ് അടി കഴിഞ്ഞിട്ട് നെക്സ്റ്റിന് കോസ്റ്റ്യൂം മാറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടി എടുക്കണം. ഇന്നലെ കുറച്ച് റിലാക്സ് ചെയ്യുന്നു. ഇന്നിന് എന്തായാലും ഇന്ന് ചെക്ക് ഔട്ടോ ഒരു ഉച്ചയാകുമ്പോ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഫുഡിന്റെ കാര്യം ഇവിടെ ആരും വന്നില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്റ് ആണ്. ഫുഡ് എത്തിയിട്ടില്ല, സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവന്നു. അൽബിലോ ഗൈസ്, അപ്പൊ ഞങ്ങളിത് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും വ്ളോഗിങ് തുടങ്ങി. ഇതിലും കുറെ ഫോട്ടോസ്. വെള്ളത്തിൽ പോവാ, വെള്ളത്തിൽ പോണാ. നല്ല തണുപ്പുണ്ട്. നീനുവിനെന്താ വേറെ പറയാനുള്ള? അപ്പൊ ഞങ്ങള് ഇനി വ്ളോഗ് ഇപ്പൊ അവസാനിപ്പിക്കണം അതോ? അപ്പൊ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് കടയില് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറും. ഇപ്പൊ ഇവിടുന്ന് 12 മണിക്ക് ചെക്ക് ഔട്ട് ആണ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അൽബു ബായ് പറഞ്ഞേ. എവിടെ വിളിക്കണി? അപ്പൊ ഓക്കെ, ബൈ ബൈ ബൈ.